എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ, അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ സെക്യൂരിറ്റി പിന്നും, അതായത് അതിൽ പറഞ്ഞിട്ടുള്ള ക്യാപ്ച കോഡും നൽകി സബ്മിറ്റ്, അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു മെനു ഐറ്റം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്നുള്ളൊരു മെനു ഐറ്റം കാണുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 5 മുതൽ ജൂൺ 9 തീയതി വരെയാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫാർമസി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 6 തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷ, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി, അതായത് ഈ രണ്ട് കാര്യങ്ങളും എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ രാവിലെയാണ് നടക്കുന്നത്. അപ്പോൾ രാവിലെ 7:30 തന്നെ വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ ഹാജരാവേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫാർമസി പരീക്ഷയാണെങ്കിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് 6 തീയതി നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റ് ടൈമിൽ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ ഹാജരാവേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ID കാർഡും വിദ്യാർത്ഥികൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഒരു പേനയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കളർ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളത് ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സ് എന്നിവ അനുസരിച്ചിട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ ആർക്കിടെക്ചർ കോഴ്സസ് എന്നിവയ്ക്ക് മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതല്ല. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് നിങ്ങൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്തത് അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തത് എന്നിവയിലെ എന്തെങ്കിലും തെറ്റുകൾ കാരണം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ അത് പരിഹരിച്ച ശേഷമായിരിക്കും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെമ്മോ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും ഫോട്ടോഗ്രാഫോ സിഗ്നേച്ചറോ തെറ്റുണ്ട്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, അതുപോലെ ഏതെങ്കിലും ബാലൻസ് ഫീസ് എന്തെങ്കിലും അടക്കാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അടച്ചു കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഒരു 1/6/2024, അതായത് ജനുവരി 1 തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് വല്ലതും അടക്കാനുണ്ടെങ്കിൽ അതും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അഡ്മിറ്റ് കാർഡ് പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് PDF ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് 10ാം ക്ലാസ് ഡോക്യുമെൻ്റ് അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസിൽ കാണുന്നതാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 1 തീയതി വൈകിട്ട് 4 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു തെറ്റുകളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ 1 തീയതിക്കുള്ളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നിങ്ങൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് അഡ്മിറ്റ് കാർഡിനോടൊപ്പം തന്നെ ഹോൾ ടിക്കറ്റിൽ പോകുമ്പോൾ അതായത് ഹോൾ ടിക്കറ്റല്ല, പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് കൂടി നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. ID കാർഡ് എന്ന് പറഞ്ഞാൽ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ ID കാർഡ്, വോട്ടർ ID, ആധാർ കാർഡ്, ആധാർ, പാസ്പോർട്ട്, ക്ലാസ് 12 ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുള്ള ഏതൊരു ഒറിജിനൽ ഡോക്യുമെൻറ്റും, അതായത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏതൊരു ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് ID കാർഡായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.